ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതായത് നമ്മളുടെ പുതിയ 2025 ജൂൺ എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും സബ്ജക്റ്റ് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനുള്ള ഒരു ഫോം ഇപ്പോൾ വന്നിട്ടുണ്ട്. സാധാരണയായി നമുക്ക് എത്ര ഫോം വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാമായിരുന്നു. നമ്മൾ ഒരു തവണ ഫില്ല് ചെയ്തു. ഇനിയും സബ്ജക്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ഒരു തവണ മാത്രമേ എക്സാം ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഇഗ്നോ എക്സാമിനേഷൻ ഫോം 2025 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു എക്സാം ഫോം നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്ത പോലെയുള്ള ഒരു എക്സാം ഫോം തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 20th ആണ്. അതിനുശേഷം ലേറ്റ് ഫീയോട് കൂടി 1100 രൂപ അടച്ചുകൊണ്ട് നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 27th April ആണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സെക്കൻഡ് എക്സാമിനേഷൻ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാം വായിച്ചതിന് ശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ആ ഒരു ഡിക്ലറേഷനും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സമർത്ഥ് പോർട്ടലാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കാണുന്ന ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ റീസെറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്കിത് നമ്മളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണാം എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളുടെ എക്സാമിനേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സാം ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്നവരായാലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ രണ്ടാമത് ചെയ്യുന്നതായതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ അവസാനമായിട്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും. ആ ഡിക്ലറേഷനും കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് യു ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ദ എക്സാമിനേഷൻ ഫോം എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് താഴെയായിട്ട് നമുക്ക് കാണാം ആഡ് ന്യൂ കോഴ്സസ് ഇൻ എക്സാമിനേഷൻ ഫോം എന്ന് കാണാം. താഴോട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ എത്ര സബ്ജക്റ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആഡ് ന്യൂ കോഴ്സ് ഇൻ എക്സാം ഫോം എന്ന് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ താഴെയായിട്ട് പിന്നെയും നമുക്ക് ഏത് സെന്ററാണ് എക്സാമിനേഷൻ റീജിയണൽ സെന്റർ ഏതാണ് വേണ്ടത്, എക്സാമിനേഷൻ സെന്റർ സിറ്റി ഏതാണ്, PWD പേഴ്സൺ സ്റ്റാറ്റസ്, നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണോ എക്സാം ഫോം ഫില്ല് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ടാമത് ഫോം ഫില്ല് ചെയ്യുന്നത് ആളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റത്തെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള എക്സാമിനേഷൻ സെന്ററും അതുപോലെ തന്നെ റീജിയണൽ സെന്ററും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും സെലക്ട് ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് വേറെ ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ എക്സാമും ഒന്നുകിൽ നിങ്ങളുടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സെന്ററിലോട്ട് ചേഞ്ച് ആവുകയും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള സെന്ററിലേക്ക് വരികയും ചെയ്യും. അത് നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് അതിൽ 50-50 ചാൻസ് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. 2 സെന്റർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് വരിക. അത് പൊതുവെ വരാറുള്ളത് കഴിഞ്ഞ തവണയൊക്കെ വന്നിട്ടുള്ളത് സെക്കൻഡ് കൊടുത്തിട്ടുള്ള എക്സാം സെന്റർ ഏതാണോ അവിടെയാണ്. ഇത്തവണ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എക്സാം സെന്റേഴ്സ് 2 എക്സാം സെന്ററായിട്ട് കൊടുക്കാൻ പാടില്ല. ഒരു എക്സാം സെന്ററിൽ മാത്രമേ ഒരു തവണത്തെ എക്സാം നമുക്ക് മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ഒരു എക്സാം സെന്റർ ആണ് നമുക്ക് നമ്മളുടെ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അതിലുണ്ടായിരിക്കുക. ആ ഒരു സെന്ററിൽ പോയിട്ട് മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം സെന്ററിന്റെ സീറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് കൊടുക്കുന്നത് കുറച്ച് ദൂരെയുള്ളതും ആദ്യം കൊടുത്തത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്റേഴ്സ് കൊടുത്തതിൽ പോയിട്ട് എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാമും ഇപ്പോൾ തന്നെ എഴുതണം. വേറൊരു സെന്റർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സെന്റർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു സെന്ററിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക.
അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട സബ്ജക്റ്റാണ് ഇതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ എക്സാം ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഭാഗം, അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററും റീജിയണൽ സെൻറ്ററും ഒക്കെ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് അവിടെ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സാം ഫോം ഫില്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സാം ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് സ്ലിപ്പ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്